ഹായ് ബ്യൂട്ടിഫുൾ സോൾസ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. ഇതൊരു ഡിവൈൻ സന്ദേശമാണ്. അപ്പോൾ നമ്മൾക്ക് കാർഡ് എടുക്കാം. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ദ വേൾഡ് കാർഡാണ്. ഒരു കംപ്ലീഷനെ സൂചിപ്പിക്കുന്നു, അതായത് ഒരു പൂർത്തീകരണത്തിനെ, എന്തോ ഒരു കാര്യം പൂർത്തീകരിച്ചതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പരിശ്രമങ്ങൾക്ക് യൂണിവേഴ്സ് അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാം. അടുത്ത കാർഡ് ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. മനസ്സ് വളരെ ഷാർപ്പാകുന്നു. നിങ്ങളെ ആരെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുമായി അകലം പാലിക്കുക. ഇമോഷൻസിന് സ്ഥാനം കൊടുക്കാതെ ലോജിക്കിന് സ്ഥാനം കൊടുക്കുക. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. അതുപോലെ നിങ്ങളുടെ സത്യം തുറന്നു പറയാൻ ഒരിടത്തും നിങ്ങൾ മടി കാണിക്കേണ്ട ആവശ്യമില്ല. വാക്കിൻ്റെ ആ ഒരു ശക്തി ശരിയായി നിങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമതായി വന്നിരിക്കുന്ന കാർഡ് ദ മൂണാണ്. മൂൺ കാർഡ് വന്നാൽ തന്നെ നമ്മളുടെ ആ ഒരു ചിന്തകൾ വികലമാകുന്നു എന്നാണ് അർത്ഥം. വിശ്വാസമില്ലായ്മ, വ്യക്തതയില്ലായ്മ. അപ്പോൾ അതിന് വേണ്ടുന്നത് നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ, നിങ്ങളുടെ അകക്കണ്ണ് തുറന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക. നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുക. അടുത്ത കാർഡായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. ചെറിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ വളരാൻ തയ്യാറാണ് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ദൈവാനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. ഇതിനൊരു കൺക്ലൂഷൻ പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്തുക. ശാന്തത കൈവെടിയാതെ പുതിയ ലോകവും പുതിയ ജീവിത വിജയങ്ങളും തിരിച്ചറിയുക. തൽക്കാലം വികാരങ്ങളൊക്കെ മാറ്റിവെച്ച് ശരിയായ പാതയിലേക്ക് ശരിയായ തീരുമാനമെടുത്ത് മുന്നേറുക. ജീവിത വിജയം സുനിശ്ചിതമായിരിക്കും. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി എങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിവേഴ്സിന് നന്ദി പറയുക. എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും, അതല്ല എങ്കിൽ ജനിച്ച മാസവും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു റീഡിങ്ങുമായി നമുക്ക് ഉടനെ കാണാം. നിങ്ങളുടെ ജീവിത വിജയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.